ഇനിയിപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. CPIM കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറി BJPയിൽ ചേർന്നു. മുൻ ഏരിയ സെക്രട്ടറി SS ബിജു ആണ് പാർട്ടി വിട്ടത്. മാരാർജി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാർട്ടി അംഗത്വം എടുത്തു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നു. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരിമോഹൻ, എന്താണ് ഈ കളം മാറ്റത്തിന് കാരണം? ഹരിമോഹൻ, റീജിത്ത്, അതിൽ SS ബിജു, അതായത് കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പോൾ നിലവിൽ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന SS ബിജു ആണ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. അതിൽ ഈ ബിജു പറയുന്നത് താൻ CPM വിഭാഗീയതയുടെ ഏറെയാണ്. താൻ പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്തിരുന്നു. അതായത് പാർട്ടി നടത്തുന്ന പല സമരങ്ങളും അത് പാർട്ടി അംഗങ്ങൾക്ക് പോലും വേണ്ടിയിട്ടുള്ളതല്ല, മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ താൻ ചോദ്യം ചെയ്യുകയും പലവട്ടം പാർട്ടിക്കെതിരായി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തത്. ഇന്ന് മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് SS ബിജു അംഗത്വം എടുത്തത്. കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറിയാണ്, ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സൈനിക് സ്കൂൾ വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ബിജു കഴിഞ്ഞ കഴക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് BJP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. V മുരളീധരനാണ് വിജയിച്ചത് എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഭിന്നതകൾ കഴക്കൂട്ടത്ത് ഉടലെടുത്തിരുന്നു. CPM-നുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയും അതേ തുടർന്നുണ്ടായിരുന്നു. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ SS ബിജു പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. ബിജുവിനോടൊപ്പം കൂടുതൽ പ്രവർത്തകർ വരും എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം എന്ന് പറയുന്നത്. അതായത് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂടുതൽ പ്രവർത്തകർ എത്തുമെന്നുള്ളതാണ് BJP പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ എത്തുമെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ CPM-ൽ നിന്ന് BJPയിലേക്ക് ചേർന്നിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ BJP നടത്തിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് BJP ജയിച്ച മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവ് BJPയിൽ ചേരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ബിജു ഇന്ന് അംഗത്വം എടുത്തു ഔദ്യോഗികമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും CPM ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗീയതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട മുൻ ഏരിയ സെക്രട്ടറിയാണ് ഉന്നയിക്കുന്നതാണെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളുമാണ്. എന്തെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ എന്തെങ്കിലും പരിശോധന പാർട്ടി ഇതിനോടകം നടത്തിയിട്ടുണ്ടോ? ഹരിമോഹൻ, റിജിത്ത്, അത്തരത്തിൽ നിലവിൽ പാർട്ടി അങ്ങനെ അനുനയ ശ്രമങ്ങളൊന്നും ഈ സമീപകാലത്ത് നടത്തിയതായുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. ഏറെക്കാലമായി ബിജു പാർട്ടിക്കുള്ളൊരു ഭിന്നസ്വരമായി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാർട്ടിയുടെ പരസ്യ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ബിജു എന്നുകൂടി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് CPM-ന്റെ പല നിലപാടുകളും, പ്രത്യേകിച്ച് ഈ ക്ഷേത്രങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട പല നിലപാടുകളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചതെന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്.